രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ് കാശ്മീരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണം. ഒരു തെറ്റും ചെയ്യാത്ത വിനോദസഞ്ചാരികളാണ് ആക്രമിക്കപ്പെട്ടത്. ഈ അടുത്ത കാലം വരെ കാശ്മീരിലുണ്ടായ മാറ്റം നമ്മളെ ഏറെ സമാധാനത്തിലാക്കിയിരിക്കുന്നു. കോടിക്കണക്കിന് ടൂറിസ്റ്റുകളാണ് വന്നുപോയത്. ലേ, ലഡാക്ക്, സാൻസ്കർ അടക്കമുള്ള കാശ്മീരിലെ പല ടൂറിസ്റ്റ് സ്പോട്ടുകളും മെയ് മാസം മുതൽ ആക്റ്റീവ് ആകാനിരുന്നതാണ്. ആക്രമണം നടന്ന പെഹൽഗാം അടക്കമുള്ള സ്ഥലങ്ങളിൽ ടൂറിസം കൊണ്ട് കഴിയുന്ന ജനതയാണ് കൂടുതലുള്ളത്. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഇനി ആ പഴയ ടൂറിസം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഭീകരാക്രമണം ചിലർക്ക് വീണ് കിട്ടിയ നിധിയാണെന്ന് തോന്നുന്ന ചില സോഷ്യൽ മീഡിയ കുറിപ്പുകൾ കാണുമ്പോൾ, മതം പറഞ്ഞും വിദ്വേഷം പ്രചരിപ്പിച്ചും തിരിച്ചടി ആക്രോശിച്ചും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞും ഒരു കൂട്ടർ ആഘോഷിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ടൂറിസ്റ്റായി പോയവരുണ്ടാകാം, എന്നാൽ അവിടെ ജീവിച്ച് മരിച്ചു വീഴുന്ന സാധാരണക്കാരുടെ ജീവിതം തൊട്ടറിഞ്ഞ എത്ര പേരുണ്ടാകും നമുക്കിടയിൽ? അരക്ഷിതബോധം, ജന്മഗ്രഹം ഒരുപോലെ വികാരമായി ഉള്ളിലൊതുക്കി കിടക്കുന്ന പഞ്ചാബിൻ്റെയും രാജസ്ഥാൻ്റെയും കാശ്മീരിൻ്റെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും ഒരു ജനതയുണ്ട്. 3 റൊട്ടിക്ക് വേണ്ടി മൂവന്തിയോളം പണിയെടുക്കുന്ന ശരാശരിയോളം താഴ്ന്ന ജനതയാണ് അവർ. ദേശീയത എന്നാൽ എന്താണെന്ന് ഭരണഘടന എടുത്തു വെച്ച് വായിച്ചു നോക്കൂ, അപ്പോൾ മനസ്സിലാകും.